കോഴിക്കോട് കൊളത്തറ മങ്കുഴിപ്പാടത്തിന് തീ പിടിച്ചു. സമീപത്തുള്ള 100 കണക്കിന് വീടുകളിലേക്ക് പുക പരക്കുന്നു. മീൻചന്ത അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പടക്കം പൊട്ടിച്ചപ്പോൾ തെറിച്ചതാണ് തീ പിടിക്കാനുള്ള കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഒരു പാടം ആകെ തീ പിടിച്ചോ? ഇപ്പൊ അടുത്തുള്ള വീടുകളിലേക്ക് ഈ തീ പടർന്നാലാണ് പ്രശ്നം. പുക പടരുന്നു അല്ലേ? തീർച്ചയായും വലിയ പുക എന്തായാലും ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വേനൽ കടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അത് പല ഇടങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട്. ഇന്ന് വിഷുദിനം കൂടിയാണ്. ആ ഘട്ടത്തിൽ ഈ വീടുകളിലൊക്കെ, അതായത് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഈ പറമ്പിന് സമീപത്ത് ഏകദേശം 100 കണക്കിന് വീടുകളുണ്ട്. അപ്പോൾ ഈ വീടുകളിലൊക്കെ ആളുകളുമുണ്ട്. അതുകൊണ്ട് ഈ പുക ക്രമാതീതമായി എല്ലാ ഇടങ്ങളിലേക്കും പടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും മീൻചന്ത ഫയർ സ്റ്റേഷനിൽ നിന്നുമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അടിക്കാടുകൾക്കാണ് തീ പിടിച്ചിട്ടുള്ളത്. ഒരുപാട് ഉണങ്ങിയ പുല്ലും അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങളും അതുപോലെ ചെറിയ പുൽനാമ്പുകളും ഒക്കെ തന്നെ ഉള്ള ഒരു പറമ്പാണ് ഇത്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന ഇത്തരത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വലിയ രീതിയിലുള്ള പുക ഉയരുന്നതാണ് നിലവിൽ ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വലിയ രീതിയിൽ ഈ പുക ഉയരുന്നത് മാത്രമാണ് നിലവിൽ ഒരു പ്രതിസന്ധിയായിട്ട് അവിടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, തീ അണയ്ക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വിഷു എന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കലൊക്കെയാണ് ആഘോഷം. പക്ഷേ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അപ്പുറത്തെ വീടും ആരാന്റെ പറമ്പും ഒക്കെ ആണെങ്കിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക പടക്കമൊക്കെ.